നമസ്കാരം. ക്രിസ്മസ് ആയിരുന്നു ഇന്ന്. ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉത്സവം കൊണ്ടാടിയപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങൾ ഓർത്താൽ തല കുനിഞ്ഞുപോകും. അസാമിലെ നൽബാരി ജില്ലയിലെ പാനിഗാവ് ഗ്രാമം സെയിന്റ് മേരീസ് സ്കൂളിലേക്ക് കടന്നുകയറിയ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം തകർത്ത് തീയിട്ടു. ഭാരതീയമല്ലാത്ത ഒരാഘോഷവും ഇവിടെ പറ്റില്ല എന്നാണ് തീട്ടൂരം. ഛത്തീസ്ഗഡിലെ റായ്പൂർ അവിടുത്തെ മാഗ്നറ്റോ മാളിലേക്ക് കടന്നു കയറിയ 90ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ അഴിഞ്ഞാടി ക്രിസ്മസിനായി ഒരുക്കിയതെല്ലാം തകർത്തു. സാന്താക്ലോസിനെ എടുത്തെറിഞ്ഞു. ക്രിസ്മസ് ഇവിടെ വേണ്ട എന്നതാണ് ആക്രോശം. ഉത്തർപ്രദേശിലെ ബെയ്റേലി യോഗി ആദിത്യനാഥ് ഈ വർഷം മുതൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞിരുന്നു. അവിടെ ലക്ഷ്യം വെക്കപ്പെട്ടത് ഒരു പള്ളിയാണ്. പാതിരാ കുർബാനയ്ക്ക് തയ്യാറെടുത്തിരുന്ന പള്ളി ഹിന്ദുത്വ ആൾക്കൂട്ടം വളഞ്ഞു. ഹനുമാൻ ചാലീസയും ജയ് ശ്രീറാമും മുഴങ്ങി. മധ്യപ്രദേശിലെ ജബൽപൂർ കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത്. BJP സിറ്റി വൈസ് പ്രസിഡന്റായ അഞ്ജു ഭാർഗവയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഹരിദ്വാറിൽ ഹോട്ടലിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് വിലക്കിട്ടത്. ഇത് ഹിന്ദു പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രോശം. ഡൽഹിയിൽ സാന്താ തൊപ്പി വെച്ച് പുറത്തിറങ്ങിയ സ്ത്രീകളെ തെരുവുകളിൽ നിന്ന് തുരത്തിയോടിച്ചത് ബജ്രംഗ് ദളാണ്. രാജസ്ഥാനിലെ സംഗർപൂരിൽ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിലെ കുർബാന തന്നെ തടസ്സപ്പെടുത്തി. ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും വേഷവും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ പോലും വെറുതെ വിട്ടില്ല. ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ അനുവദിക്കില്ലത്രേ. ഈ ആക്രമണങ്ങളെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നത് കേവല യാദൃശ്ചികതയല്ലല്ലോ. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2025 നവംബർ മാസം വരെയുള്ള കണക്കനുസരിച്ച് 700 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതസമൂഹം നേരിട്ടിരിക്കുന്നത്. ഈ തെമ്മാടിക്കൂട്ടത്തെ നിലയ്ക്ക് നിർത്താതെ പ്രധാനമന്ത്രി കുർബാന കൂടിയിട്ട് എന്ത് കാര്യം? മതന്യൂനപക്ഷങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ടൊരു കാലം വേറെ ഉണ്ടോ? ന്യൂനപക്ഷ മതസമൂഹത്തിന്റെ ആഘോഷങ്ങൾക്ക് നേരെ സംഘടിതമായി നടത്തുന്ന ഈ തേർവാഴ്ച ഭരണക്കാരുടെ മൗനാനുവാദത്തിലാണ്. നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രവും ജനതയുമാവുകയാണ്. ക്രിസ്മസിനോട് എന്തിനാണ് ഈ കലി? ചർച്ചയിൽ ശ്രീ VP ശ്രീപത്മനാഭൻ BJP, ശ്രീ കെന്നഡി കരിമ്പിൻ കാലായിൽ കാത്തലിക് കൗൺസിൽ, ശ്രീ ജോൺസൺ തേക്കടയിൽ ബിഷപ്സ് കമ്മീഷണറി, ശ്രീ ഷിബു മീരാൻ മുസ്ലിം ലീഗ് എന്നിവർ. ആദ്യം ശ്രീ VP ശ്രീപത്മനാഭൻ, ഇന്ത്യ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായി മാറിയോ? അതൊക്കെ വെറുതെ അനാവശ്യമായി പറയുന്നതാണ്. അതൊക്കെ ഫാൾസ് നറേറ്റീവാണ്. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. അതൊക്കെ പൊളിഞ്ഞുപോയി. ഇപ്പോൾ മഹാത്മാഗാന്ധിനെ കൊന്നത് RSS ആണെന്ന് പറഞ്ഞു. അരഡസൻ ദൃശ്യങ്ങൾ നമ്മൾ കേട്ടു, കണ്ടു. കാഴ്ചശക്തിയുള്ള ആളുകളാണല്ലോ മനുഷ്യർ. അതൊക്കെ കളവായ വാർത്തകളാണ്. കളവായ വാർത്തകളാണ്. പാലക്കാട്ടെ പോലെ കളവായ വാർത്തകളാണ്. പാലക്കാട്ടെ പോലെ കളവായ വാർത്തകളാണ്. ഇതെല്ലാം ഒക്കെ കള്ളമാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് പരാതിക്കാര്, CPM-കാരാ പരാതിക്കാര്. ഈ പാലക്കാട്ടെ പരാതിക്കാര് CPM പറഞ്ഞല്ലോ. ഇത് പള്ളി വ്യാജ വാർത്തകളാണ്. എല്ലാ കൊല്ലവും ക്രിസ്മസിന് ഇതാണ് പരിപാടി. 25 കൊല്ലം പറഞ്ഞു. ഇപ്പൊ എന്തായി? കോൺഗ്രസ് ഗുജറാത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഏത് ഗാന്ധി ശിഷ്യന്മാര്. ഇതൊക്കെ കളവായ വാർത്തകളാണ്. ഇതൊക്കെ RSS-നോ BJP-ക്കോ ഇതിൽ ഇങ്ങനെ യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്ക് പരിപാടിയില്ല. പ്രധാനമന്ത്രി പള്ളിയിൽ പോയിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് പറഞ്ഞോട്ടെ. ഒരു പങ്കും ആർക്കുമില്ല. ഒരു സംഘപരിവാറിന് ഒരു പങ്കും ഇല്ല. ഭാസ്കർ ദേഗ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയ BHP ഭാരവാഹിയാണ്, ജില്ലാ ഭാരവാഹിയാണ്, ഇവിടെ
ഞാൻ പറയട്ടെ, നൽബാരി ആസാം, ആസാമിലെ ജില്ലാ പേരും പ്രസിഡന്റാണ്. നൽബാരി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് VHP ഈ പേക്കൂത്ത് നടത്തിയത്. നിക്കട്ടെ ഞാൻ പറയട്ടെ ചോദ്യം കഴിഞ്ഞില്ലേ, ഉത്തരം പറഞ്ഞൂടെ? ഡൽഹിയിൽ 2015 അസംബ്ലി തെരഞ്ഞെടുപ്പ് പറയട്ടെ. ഡൽഹിയിൽ 2015 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിലൊക്കെ എല്ലാ ക്രിസ്ത്യൻ പള്ളിക്കും കല്ലേറ, എന്നിട്ട് അതൊക്കെ RSS BJP എന്ന് പറഞ്ഞു. അവസാനം ആരെയാ? അവസാനം ഒരു കേസിൽ അറസ്റ്റിലായത് ആം ആദ്മി പാർട്ടിക്കാരനാണ്. കാരണം അവരുടെ ആവശ്യമായിരുന്നു. ആസാമിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. BJPയെ തോൽപ്പിക്കാൻ ഒരു പരിപാടി ഇപ്പം നടക്കുന്നില്ല. 3-4 പ്രാവശ്യമായി ആസാമിലും മധ്യപ്രദേശിലൊക്കെ കോൺഗ്രസ് 8 നില പൊട്ടുകയാണ്. അപ്പൊ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഇതൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണോ ഗുജറാത്തിൽ കോൺഗ്രസ് നാമാവിശേഷമായത്, ആസാമിലെ നൽബാരി അത് VHP കോൺഗ്രസിന്റെ സംഘടനയാണോ? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് നൽബാരിയിൽ ആക്രമണം നടന്നത്. VHP കോൺഗ്രസ് ആണോ? തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വോട്ട് ചോറി. VHP കോൺഗ്രസ് ആണോ? ശശി പത്മനാഭൻ, VHP കോൺഗ്രസ് ആണോ? VHP കോൺഗ്രസ് ആണോ? ഇതൊക്കെ കോൺഗ്രസുകാരുടെ വിശ്വ ഹിന്ദു പരിഷത്ത് പരിവാർ സംഘടനയാണ്. ജനതാ പാർട്ടിക്കോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ ഒരു പങ്കുമില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാറിന്റെ അവിഭാജ്യ ഘടകമാണ്. ശശി പത്മനാഭൻ, വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടനയല്ലേ? 70-80% തെരഞ്ഞെടുപ്പിലും തോറ്റ്, നാട്ടിൽ നടക്കുന്ന 70% തെരഞ്ഞെടുപ്പിലും തോറ്റ്, വോട്ട് ചോറി, പിന്നെന്താ പരിവാർ സംഘടനയാണോ അല്ലയോ? ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പരിവാർ സംഘടനയാണോ അല്ലയോ? ശശി പത്മനാഭൻ, പോകുന്നില്ല. VHPയുടെ അറിയപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. VHPയുടെ അറിയപ്പെടുന്ന നേതാക്കൾ, ഇതൊക്കെ VHPയുടെ അറിയപ്പെടുന്ന നേതാക്കൾ ആരാ VHP സ്ഥാപിച്ചത്? ആരാ VHP സ്ഥാപിച്ചത്? ആരാ? VHP പരിവാർ സംഘടനയല്ലേ? VHPയുടെ സംഘടനയാണ് ബജ്രംഗ് ദൾ. മുന്നണിക്കാർ പടച്ചുവിടുന്ന പാലക്കാട്ടെ പോലുള്ള പാലക്കാട്ട് നടന്നതുപോലെ പാലക്കാട് ഈ ചെറിയ കുട്ടികളുടെ 15 വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികളെ ആക്രമിച്ചതും പോരാ, ആ കുട്ടികൾ കള്ളു കുടിച്ചു കള്ളവും നിലനിൽക്കാൻ പോകുന്നില്ല. VHP പരിവാർ സംഘടന പരാതിക്കാരെ മാർക്സിസ്റ്റുകാരാണ്. പരാതി കൊടുത്തത് ക്രിസ്ത്യാനിയല്ല, മാർക്സിസ്റ്റാണ്. VHP കോൺഗ്രസിന്റെ സംഘടനയാണോ? VHP പരിവാർ സംഘടനയാണല്ലോ. അതെ, MS ഗോൾവാൾക്കർ കൂടി സ്ഥാപിച്ച സംഘടനയാണല്ലോ VHP. VHPയുടെ യുവജന സംഘടനയാണല്ലോ ബജ്രംഗ് ദൾ. VHPയും ബജ്രംഗ് ദളും കൂടിയാണ്. ഗുജറാത്തിൽ കോൺഗ്രസ് നാമാവിശേഷമായത്. ഏതിലാണോ ഗാന്ധിയുടെ നാട്ടിൽ ഗുജറാത്തിൽ കോൺഗ്രസ് 8 നില പൊട്ടുന്നത്, അതേ അനുഭവം കള്ളക്കഥകളൊന്നും ഇന്ത്യൻ ജനത വിശ്വസിക്കില്ല. അറിയപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഇന്ത്യൻ ജനതയ്ക്ക് BJP അറിയാം. BJPയുടെ ജബൽപൂർ സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവയെ അറിയാമോ? ഇന്ത്യൻ ജനത RSSനെ അംഗീകരിച്ചു. ശ്രീ പത്മനാഭൻ, ജബൽപൂരിലെ BJP പ്രസിഡന്റ് അഞ്ജു ഭാർഗവയെ അറിയാമോ? BJPയുടെ മുളയ്ക്കാൻ പോകുന്നില്ല. വിനായക് ഗോഡ്സെ RSS ആന്ന് പറഞ്ഞില്ലേ? അല്ലേ? നാത്തൂറാം വിനായക് ഗോഡ്സെ RSS ആന്ന് പറഞ്ഞില്ലേ? എന്തായി? ഗോഡ്സെ RSS ഗോഡ്സെയുടെ കാര്യം നമുക്ക് കോൺഗ്രസ് 8 നില പൊട്ടിയില്ലേ? നാമാവിശേഷമായില്ലേ? ഗുജറാത്തിൽ കോൺഗ്രസ് നാമാവിശേഷമായില്ലേ? കോൺഗ്രസ് നാമാവിശേഷമായില്ലേ? അരവിന്ദ് കേജ്രിവാൾ തോറ്റില്ലേ? അരവിന്ദ് കേജ്രിവാൾ തോറ്റില്ലേ? ഡൽഹിയിലെ പള്ളിക്ക് കല്ലെറിഞ്ഞിട്ട് അത് RSSകാരാണ്, അത് BJPക്കാരാണ്. ഡൽഹിയില് പള്ളിക്ക് കല്ലെറിഞ്ഞിട്ട് ജബൽപൂർ നിങ്ങളുടെ അറിയപ്പെടുന്ന പ്രവർത്തകർ പള്ളിക്ക് കല്ലെറിഞ്ഞിട്ട് RSSകാരാണ് BJPക്കാരാണെന്ന് പറഞ്ഞ കേജ്രിവാൾ പരിവാർ സംഘടനയാണോ? ബജ്രംഗ് ദൾ പരിവാർ സംഘടനയാണോ? അഞ്ജു ഭാർഗവ പ്രസിഡന്റാണോ? കേജ്രിവാൾ ഡൽഹിയിലില്ല. ഏത് കേജ്രിവാൾ? പോയി ഒളിച്ചു താമസിക്കുക കേജ്രിവാള്. ഗാന്ധിയുടെ നാട്ടിൽ കോൺഗ്രസ് വ്യാജ വാർത്തകൾ
ചോദ്യത്തിന് ഉത്തരവുണ്ടോ? BHP പരിവാർ സംഘടനയാണോ? ബജ്രംഗ് ദൾ പരിവാർ സംഘടനയാണോ? BHPയുടെയും ബജ്രംഗ് ദളിന്റെയും അറിയപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണം കോൺഗ്രസിന്റെ പദ്ധതിയാണോ? അഞ്ജു ഭാർഗവ BJPയുടെ പ്രവർത്തകയാണോ? അഞ്ജു ഭാർഗവ BJPയുടെ ജബൽപൂർ സിറ്റി വൈസ് പ്രസിഡന്റ് ആണോ? അവരുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം CBCIയുടെ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചത് താങ്കൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ആരെയും വിശ്വാസമില്ലാത്ത, കോടതിയെയും വിശ്വാസമില്ലാത്ത, വിദേശ രാജ്യത്ത് പോയി രാജ്യത്തിനെതിരെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഫ്രസ്ട്രേഷൻ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഗുജറാത്തിൽ തോറ്റ അമ്പി കോൺഗ്രസ്, 40 കൊല്ലായി, 40 കൊല്ലായി കോൺഗ്രസ് ജയിച്ചിട്ട് 40 കൊല്ലമായി. കേട്ടോ, ഈ ജാതി കള്ളക്കഥകളായിട്ട് ഇറങ്ങണ്ട. ഈ ജാതി കള്ളക്കഥകൾ BHPയുടെ ബജ്രംഗ് ദളിന്റെ അറിയപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം, BJPയുടെ ജബൽപൂരിലെ സിറ്റി വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണം, ഇതൊക്കെ ചോദിക്കുമ്പോൾ വോട്ട് ചോരി, ഗുജറാത്ത്, മഹാത്മാഗാന്ധി, നാഥുറാം ഗോഡ്സെ എന്നൊക്കെ പറയാം. ഞങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം. എവിടെ ഞങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം. ഞങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം. ഞങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം. ഈ പരിഹാസമൊക്കെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ഈ പരിഹാസമൊക്കെ കേരളത്തിലെ തിരുവനന്തപുരത്ത് മേയറെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി ഞങ്ങൾ തിരുവനന്തപുരത്ത് ജയിച്ചു. ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങിയിട്ടാ തിരുവനന്തപുരത്ത് ജയിച്ചു. ഒരു നമ്പർ യേശൂല, പിന്നെ നമ്പർ ഒന്നും യേശൂല. വേറെ വല്ല പണിയും നോക്ക് കേട്ടോ. കോൺഗ്രസ്സുകാരാ, കമ്മ്യൂണിസ്റ്റുകാരാ, വേറെ വല്ല പണിയും നോക്ക്. ശരി, അതാണല്ലോ. അപ്പോ കോൺഗ്രസ്സുകാരാ, കമ്മ്യൂണിസ്റ്റുകാരാ, വേറെ വല്ല പണിയും നോക്ക്. വേറെ വല്ല പണിയും നോക്ക് കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റ്. ഫാദർ ജോൺസൺ തേക്കടയിൽ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് മാത്രം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ, ബറൈലിയിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിലെ ജബൽപൂരിൽ, ഹരിദ്വാറിൽ, ഉത്തരാഖണ്ഡിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ, ഭുവനേശ്വറിൽ, ഇങ്ങനെ നീണ്ട നിരയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടതിന്റെ 2 ദിവസത്തെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും അറിയപ്പെടുന്ന നേതാക്കളുണ്ട്. അവർ വളരെ ഓപ്പണായി തന്നെ ഇതിവിടെ പറ്റില്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രത്തിൽ ഇമാതിരി ആഘോഷമൊന്നും പറ്റില്ല, ഭാരതീയമല്ലാത്ത ഒരാഘോഷവും ഈ ഹിന്ദു രാഷ്ട്രത്തിൽ പറ്റില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അക്രമികൾ അഴിഞ്ഞാടിയത്. എന്തു തോന്നുന്നു? എനിക്ക് ആദ്യമായിട്ട് തന്നെ മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. നമ്മളെ തേടി ലോകത്തിലേക്ക് വന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ വ്യാപരിക്കുകയും രക്ഷയുടെ സുവിശേഷം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജിയോട് വളരെ ബഹുമാനം തോന്നിയ ഒരു ദിവസമാണ് ഇന്നലത്തെ ദിവസം. കാരണം ഇന്നലെ CNI കത്തീഡ്രൽ ചർച്ചിൽ, റിഡംഷൻ കത്തീഡ്രൽ ചർച്ചിൽ അദ്ദേഹം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ആ പ്രാർത്ഥനയിൽ വളരെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ, എനിക്ക് തോന്നുന്നില്ല ഒരു ക്രിസ്തീയ ശുശ്രൂഷകനും ആ വിധത്തിൽ അത്ര വളരെ ശക്തമായി പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നിൽക്കുമെന്നുള്ള ആ വിധത്തിൽ നിൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് പോൾ സ്വരൂപൻ എന്ന് പറയുന്ന ബിഷപ്പും അതുപോലെ തന്നെ അവിടുത്തെ വികാരി അച്ഛനും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ശാമുവൽ ഹെൻറി കല്ലേങ് എന്ന് പറയുന്നതായിട്ടുള്ള 1875 നമ്മുടെ ഇന്ത്യക്ക് ഹിന്ദി ഭാഷ സമ്മാനിച്ച ആ മനോഹരമായിട്ടുള്ള ഭാഷയിൽ മനോഹരമായ കീർത്തനങ്ങൾ പാടുകയും ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ശാമുവൽ ഹെൻറി കല്ലേങ് രൂപീകരിച്ചതായിട്ടുള്ള ആ ഹിന്ദി ഭാഷയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം വളരെ ഭയഭക്തിയോടുകൂടി തന്നെ കേൾക്കുകയുണ്ടായി.
അതിനുശേഷം അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ഈ ഇന്ത്യ രാജ്യത്തോടായിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ദേവാലയത്തിൽ ക്രിസ്മസ് നാളുകളിൽ പോവുകയും ക്രിസ്മസ് ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവരെനിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ മതപരിവർത്തനം നടത്തിയില്ല. എന്നിൽ ഒരു ആത്മീക ചൈതന്യം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് നമുക്കും അവരോട് ചേർന്ന് ആഘോഷിക്കാം എന്നൊരു വാക്ക് അദ്ദേഹം പറയും എന്ന് ഞാൻ വളരെ വ്യാമോഹിച്ചു പോയി. അതുണ്ടായില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ യശസ് ലോകോത്തര മേഖലകളിൽ എത്ര അധികമായിട്ട് ഉയരുമായിരുന്നു. എന്നാൽ അതിനു പകരം ഇന്നലെയും അതേപോലെ മിനിഞ്ഞാന്നുമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ യാതൊരു വിധത്തിൽ പ്രകോപനവുമില്ലാതെ വീട് കേന്ദ്രീകരിച്ചും ആലയം കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ക്രിസ്മസ് കരോളുകളിൽ വളരെ അധികമായിട്ടുള്ള നീചമായ രീതിയിൽ തന്നെ ആളുകൾ കയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മാത്രമല്ല അന്ധയായിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലും ഒരു സഹോദരിയെപ്പോലും അടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമുക്ക് ഒപ്പിയെടുത്ത് കാണിച്ചു തന്നു. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. നമ്മൾ ഓർക്കണം, ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യുവാൻ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് വന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുന്ന നാളുകളിലാണ് ഇങ്ങനെ ഒരു പറ്റം ആളുകൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. നമ്മൾ ഈ നിസ്സാരമായിട്ട് ഇതിനെ കണ്ടുകൂടാ. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊരു രാഷ്ട്രീയവൽക്കരണത്തിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ഇത് പലപ്പോഴും നമുക്ക് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാഷ്ട്രമോ ക്രൈസ്തവ രാഷ്ട്രമോ അല്ല. ഇതൊരു മതേതരത്വ രാഷ്ട്രമാണ്. നമ്മളെല്ലാവരും ചേർന്നുള്ള ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിൽ ഹൈന്ദവരോ മുസ്ലിംസോ അല്ലെങ്കിൽ ക്രൈസ്തവരോ മാത്രം പോരാ, മറിച്ച് നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ മനോഹരത്വം നമുക്ക് ലോകത്തിൻ്റെ മുമ്പാകെ ഉയർത്തി കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 2 ദിവസമായിട്ടുള്ള കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വലിയ മതിപ്പുകൾ ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന സമയത്ത് മറുപടിയില്ലാത്ത ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൽ ഈ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ ചില വക്രബുദ്ധികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദുഷ്ടലാക്കുകളെ നമ്മൾ കണ്ടെത്തുക മാത്രമല്ല അവരെ നിരോധിക്കാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ പൗരന്മാരും ഒന്നടങ്കം നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അജണ്ട നടപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ സവർണാധിപത്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ പൊതുശത്രുക്കളായിട്ട് ക്രൈസ്തവരെയും മുസ്ലിംസിനെയും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തെ എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ചുവപ്പ് നാട് അവർക്ക് ചാർത്തി കൊടുത്തതാണ്. പക്ഷേ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ശരിക്കും ദളിതരും പാവപ്പെട്ട ഗോത്രവർഗക്കാരും അവർണരുമായിട്ടുള്ള അല്ലെങ്കിൽ ഈഴവർ മുതൽ താഴോട്ടുള്ള ജനതയാണ്. അതങ്ങനെ തരംതിരിച്ച് പറയാൻ കഴിയാത്തതിന് ഒരു മേൽച്ചട്ട ഒരു ചുവപ്പ് നാട അവർക്ക് വേണ്ടി ചാർത്തി കൊടുത്തതാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഹിന്ദുത്വയുടെ അജണ്ട. ഇപ്പോൾ അവർ നടപ്പിൽ വരുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള താണ്ഡവം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കാണിക്കുന്നത് പൗരന്മാരോടുള്ള വെല്ലുവിളി എന്ന് മാത്രമല്ല നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളി നമ്മൾ ആലോചിക്കണം. നമ്മുടെ രാജ്യം 2026 മുതൽ 2028 വരെയുള്ള കാലഘട്ടത്തിൽ കാണുന്നത് ഓക്കെ. ഞാൻ വങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ കെന്നഡി കരിമ്പൻകാലായിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന പള്ളികളെയും അലങ്കാരങ്ങളുള്ള സ്കൂളുകളെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളെയും മാത്രമൊന്നുമല്ല, ഈ നമ്മുടെ റോഡരികിലൊക്കെ വാഹനങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് അവിടെ ക്രിസ്മസ് പാപ്പായുടെ മുഖമൂടിയും തൊപ്പിയും ബലൂണും ഒക്കെ വിൽക്കുന്ന ആളുകൾ പോലും ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ പറ്റില്ല എന്ന് ആക്രോശിക്കുന്നത് നേരത്തെ വിഷ്വലിൽ അങ്ങ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തോന്നുന്നു? അഭിലാഷേ, ആദ്യം തന്നെ അഭിലാഷ് കുറച്ച് വെള്ളം കുടിക്കുക. കാരണം BJP-യുടെ പ്രതിനിധിയോട് ഏറ്റുമുട്ടി തളർന്നിരിക്കല്ലേ. ആദ്യമേ പറയാം അഭിലാഷ്, ഒരു കാര്യം അല്ല, തളരരുത്. കാരണം ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. ഒരു കൊട്ടേഷൻ എടുത്താൽ അത് കൃത്യമായി നടപ്പാക്കണം. തളരരുത്. ഞാനൊരു കാര്യം പച്ചയ്ക്ക് പറയാം. സാമൂഹ്യ ഉത്തരവാദിത്തമല്ലേ ശ്രീ കെന്നഡി കരിമ്പൻകാലായിൽ? അയ്യോ, നമസ്കാരം. ഞാൻ പറയുമ്പോൾ ബാക്കി കേൾക്കുക, എന്നിട്ട് കേട്ടിട്ട് പറഞ്ഞോ. അതായത് വടക്കേ ഇന്ത്യയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്
സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് അക്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ കൂടുതൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുരോഹിതനെ അവിടെ കൊണ്ടിരുത്തി, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. പക്ഷെ അത് വിദേശത്തൊക്കെ കറങ്ങിയിട്ട് ആകെ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ലോകത്ത് സ്വന്തം നേർ സഹോദരങ്ങൾക്കെതിരെ നടക്കുന്നത് അദ്ദേഹം കണ്ടുമില്ല, കേട്ടുമില്ല. നന്നായിരിക്കട്ടെ. പാതി അടഞ്ഞ ചെവിയും പാതി അടഞ്ഞ കണ്ണുമായി ഒരു പുരോഹിതൻ നമുക്ക് വേണ്ട വിധം അത് ചികിത്സിക്കാം. അല്ല, ശ്രീ കെന്നഡി, അദ്ദേഹം വിഷയത്തിൽ ഭാരത ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായിട്ടുള്ള പുരോഹിതനല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ ചർച്ചിൽപ്പെട്ടതും അദ്ദേഹത്തിന്റെ വിശ്വാസം പിന്തുടരുന്നതുമായിട്ടുള്ള സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് അടിച്ചോടിക്കപ്പെടുമ്പോ വേദന ഉണ്ടാവും. അത് സ്വാഭാവികമല്ല, അതൊരു മാനുഷിക ഭാവമാണ്, മനുഷ്യന്മാരായ ആളുകൾക്കുള്ളതാണ്. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. പിന്നെ അല്ല, ഞാനൊക്കെ മൃഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24 മണിക്കൂറെങ്കിലും നല്ല ഗാഢമായ സെർച്ചിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ സംഘടിപ്പിച്ച്, എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പകുതിയിൽ കൂടുതൽ ഫേക്ക് ആവാനാണ് അഭിലാഷ് കാണിച്ച വീഡിയോകളിൽ കൂടുതലും ഫേക്ക് ആവാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വന്നു. പക്ഷേ അഭിലാഷ് മനസ്സിലാക്കൂ, ഈ ലോകത്ത് 10,000 നൈജീരിയയിൽ കൊല്ലപ്പെടുന്നു, 10,000 കെനിയയിൽ കൊല്ലപ്പെടുന്നു. ഞാൻ അങ്ങോട്ട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് മരിച്ച ശ്രീനിവാസൻ എഴുതിയ സിനിമയിലെ ആ ഒരു സിനിമയില് മോഹൻലാലിന്റെ കഥാപാത്രം ശ്രീനിവാസന്റെ കഥാപാത്രം തമ്മിൽ സംഭാഷണമുണ്ട്. അതില് ശ്രീനിവാസന്റെ കഥാപാത്രം മോഹൻലാലിന്റെ കഥാപാത്രത്തോട് പറയുന്നത് അങ്ങ് ശ്രീപത്മനാഭനോട് പറയുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും തല്ലിക്കോളൂ, ഈ നാട്ടിലൊന്നും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ അവമതിക്കല്ലേ, തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും തല്ലിക്കോളൂ എന്ന് ഇങ്ങനെ സംഘപരിവാറിന്റെ കാൽ പിടിച്ച് സോദരർ തമ്മിലെ പോരല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ തല്ലങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്നത് കേൾക്കുന്ന താങ്കളുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും കുടുംബാംഗങ്ങളുടെ ഒക്കെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അല്ല അഭിലാഷ്, ഞാൻ മറ്റൊരു ആംഗിളാണ് പറയുന്നത്. ഞാൻ അഭിലാഷിന് എന്റെ ചേട് കാണിച്ചു തരുന്നു. തല്ലിക്കോളൂ, എത്ര വേണേ തല്ലിക്കോളൂ. ഞാൻ സത്യം പറയാതെ ഞാൻ സത്യം പറയും. തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും ഞാൻ പറയട്ടെ. ഏതായാലും ഇത് ലോകത്തെ ഇതിനെ ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു വാർത്ത കൊടുക്കേണ്ടതാണ്. താങ്കൾ ഇതിനെ കുറച്ച് കാണുന്നില്ല എന്നുള്ളത് എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാതെ കട്ട് ചെയ്യരുത് കേട്ടോ. എനിക്കൊരു സാഹചര്യം പറയട്ടെ. പുറത്ത് ഈ ലോകത്ത് മുഴുവൻ 10,000 കൊല്ലപ്പെട്ടിട്ടും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ, അതും ലോകത്ത് 50ഓ 55ഓ മുസ്ലിം രാജ്യം ഉണ്ടായിരിക്കെ ഒരൊറ്റ അഭയാർത്ഥിയെയും എടുക്കാത്ത മുസ്ലിം രാജ്യങ്ങൾ, ഈ അഭയാർത്ഥികൾ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി അവിടെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ, താന്തോന്നിത്തരങ്ങൾ, അവിടെ കാണിക്കുന്ന അക്രമങ്ങൾ, അവിടെ പൗരത്വം കൊടുത്തിട്ട് ഇപ്പോൾ ആ രാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന ഗതികേടുകൾ, ഇതൊന്നും ആ പുരോഹിതൻ കാണാതെ കേൾക്കാതെ ഉരിയാടാതെ നന്മയുടെ പ്രതിരൂപമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടയിൽ നേരിട്ട ആക്രമണങ്ങളെ കുറിച്ചല്ലേ പറയാ, അതല്ലാതെ ഉഗാണ്ടയിലും നൈജീരിയയിലും അസർബൈജാനിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ ആ സമയത്ത് അദ്ദേഹം പറയേണ്ടത്? സ്വന്തം സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു പുരോഹിതൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈക്ലഭ്യം അക്കാര്യത്തിൽ? ഒരു പുരോഹിത വേഷത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങളുടെ കൂട്ടുകാരെ അങ്ങനെ പറയാമോ? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയാണോ? അച്ഛൻ പറഞ്ഞിനി സംഘപരിവാറിനെങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാണോ? സമ്മതിക്കല്ലോ പറയുന്നേ രസല്ലേ? ഞാൻ പറയട്ടെ, അഭിലാഷ് തന്നെ പറഞ്ഞോണ്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഞാൻ വിദേശത്തായിരുന്നു. വിദേശത്തൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചപ്പം ഏതാണ്ടൊക്കെ പാളിപ്പോയി, പുള്ളിയുടെ ഒരു വശം തളർന്നു എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ഈ ഒരു വശം മാത്രമേ തളരുന്നുള്ളൂ, അതിനേക്കാളൊക്കെ ഗംഭീരമായ കാര്യങ്ങൾ പലതും പുള്ളി കാണാതെ പോകുന്നു. എന്തായാലും ഞാൻ പറയുന്നത്, ഒരു കൂട്ടം ഫനാറ്റിക്സ്, നേതൃത്വമില്ലാത്ത ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടങ്ങൾ
കാണിക്കുന്ന കുറെ കോപ്രായങ്ങളെ ഇത്തരത്തിലല്ല, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഇത്തരത്തിലല്ല ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെ തെറ്റ് നടന്നിട്ടുണ്ട്, ഒരു തമാശയല്ല, ഗൗരവത്തോടു കൂടി ഒരു കാര്യം പറയാം. ഒരു കൂട്ടം നേതൃത്വമില്ലാത്ത ഫനാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്റെ നരേറ്റീവ് ഉണ്ടാക്കാൻ എന്നെ സമ്മതിക്കൂ. ഒരു സെക്കൻഡ്, എന്റെ വായിൽ കുത്തിക്കെട്ടാതെ, എന്റെ വായിൽ കുത്തിക്കെട്ടാതെ എന്റെ നരേറ്റീവ് പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ ഭാഗമാണ്. എന്റെ കയ്യിൽ ഭൂലോകമണ്ടന്മാരല്ല. ക്രിസ്മസിനെ ഓർഗനൈസർ ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ സംഘടനകളൊക്കെ ഒക്കെ സംഘപരിവാറിന്റെ സംഘടനകളാണ്, സംഘപരിവാർ സ്ഥാപിച്ച സംഘടനകളാണ്. പരിവാർ എന്നറിയപ്പെടുന്ന സംഘടനകളിൽ 2 സംഘടനകളാണ് ഈ പറയുന്ന VHPയും ബജ്രംഗ് ദളും. ഇത് ഏതോ വഴിയെ പോകുന്ന ആരോ എന്തൊക്കെയോ ഹിന്ദു എന്നൊക്കെ പേരിട്ട് വന്ന് ഫനാറ്റിക്സ് അല്ല. അഭിലാഷിന്റെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, എന്നെ പറയാൻ അനുവദിക്കുക. എന്നെ കുറിച്ച് ഇങ്ങനെ വികലാംഗനാക്കാതെ ഞാൻ ആദ്യം പറഞ്ഞ എന്റെ നരേറ്റീവ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറയട്ടെ, ഇങ്ങനെ കുറച്ച് ഫനാറ്റിക്സ് അവിടെ കാണിച്ചാൽ ഗവൺമെന്റ് അത് നേരിടണം, അതിന്റെ കേസെടുക്കണം. ഈ നാട്ടിലെ മാധ്യമങ്ങളും മറ്റുള്ളവരും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കണം. ഈ ക്രിമിനലുകളെ വേണ്ട വിധത്തിൽ ശിക്ഷിക്കുന്നതിന് നടപടിയെടുക്കണം. അല്ലാതെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഹമാസിനെയും ഹിസ്ബുള്ളയ്ക്കും കൊടുക്കുന്ന മാതിരി 10 പൈസ ചെലവില്ലാതെ അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി ഇങ്ങനെ രാവിലെ വൈകുന്നേരം ഇങ്ങനെ ഇട്ടടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവർക്ക് ഗുണമുണ്ടാവുന്നുള്ളതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു ദോഷവും അവർക്ക് സംഭവിക്കുന്നില്ല. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന സമീപനമായിരിക്കണം എന്റെ അഭിലാഷ സമീപനം. എന്നെ പറയിച്ചില്ല. ശ്രീ ദീപക് തടസ്സപ്പെടുത്തി എന്നെ പറയിക്കല്ല. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു കമന്റ് പറഞ്ഞതല്ലേ? താങ്കൾ പറഞ്ഞു ഇതൊന്നും കൊടുക്കരുത്, ഈ ദൃശ്യങ്ങളൊന്നും കാണിക്കരുതെന്നല്ലേ പറഞ്ഞത്? അതാ പറഞ്ഞ ഇന്ത്യയിൽ ക്രിസ്ത്യാനിയെ ആര് തല്ലിയാലും കൊന്നാലും പത്രങ്ങളൊന്നും വാർത്ത കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലേ പറഞ്ഞത്? ചാനലുകളൊന്നും ഇത് കൊടുക്കരുത് എന്നല്ലേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ അങ്ങയുടെ പ്ലീ അംഗീകരിച്ചു. മതിയോ? അല്ല, ഈ നാട്ടിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പരിപോഷിപ്പിക്കുന്ന മാതിരി തെമ്മാടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടിൽ നിന്ന് മാറി സർക്കാരിനും പോലീസിനും ഒക്കെ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ഇത്തരം ഇടവേള വേണം. ബജ്രംഗ് ദളും ഹിന്ദു രാഷ്ട്ര ദളും ഒക്കെ അല്ലേ? നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ശരി, ഇടവേള. ചർച്ചയിലേക്ക് വേണ്ടി ഷിബു മീരാൻ, 1, 2, 3 ആക്രമണങ്ങളല്ല, കഴിഞ്ഞ ഒരാഴ്ച എടുത്താൽ വിവിധ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്നായി ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് അലങ്കാരങ്ങൾ നശിപ്പിച്ചതിൻ്റെ, ആഘോഷം തടഞ്ഞതിൻ്റെ, കുർബാന തടസ്സപ്പെടുത്താൻ നോക്കിയതിൻ്റെയൊക്കെ നിരവധി ദൃശ്യങ്ങളും അതുപോലെ തന്നെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് അതിൽ വലിയ ഖേദമുണ്ട്. പ്രധാനമന്ത്രി ഇന്നലെ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഇത്തരം അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയില്ല എന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പുരോഹിതൻ പറയുകയുണ്ടായി. ഇത് എന്തിൻ്റെ സൂചനയായിട്ട് കാണണം? അഭിലാഷ്, ഒരു ബൈബിൾ വചനമുണ്ട്, ദുഷ്ടത വിട്ടകന്ന് ഗുണം തേടുക, സമാധാനം അന്വേഷിച്ച് കണ്ടെത്തുക എന്നാണ്. ഇന്നത്തെ ഇന്ത്യയിലെ ഈ ക്രിസ്മസ് ദിവസം ആ വാക്കുകൾ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ച ആരംഭിച്ച ഘട്ടത്തിൽ നമ്മളിപ്പോൾ അഭിലാഷ് കാണിച്ച കുറേയേറെ ദൃശ്യങ്ങളുണ്ട്. മധ്യപ്രദേശിൽ നിന്നുണ്ട്, രാജസ്ഥാനിൽ നിന്നുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്നുണ്ട്, UPയിലെ ബറേലിയിൽ നിന്നുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ദിവസം നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, രാജ്യം ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. പക്ഷെ അതൊക്കെ സത്യമാണോ എന്ന സംശയമാണ് ഇവിടെ ചിലരൊക്കെ ഉന്നയിക്കുന്നത്. ഇപ്പൊ യൂദാസ് ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിനാണ് ഒറ്റ കൊടുത്തത്. പക്ഷെ നമ്മൾ യൂദാസിനെ കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ അയാൾ ആ 30 വെള്ളിക്കാശ് കൊണ്ട് സുഖിച്ച് ജീവിക്കല്ല ചെയ്തത്. അത് ഒറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കുറ്റബോധം തോന്നി, അയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന അച്ഛന് വേണമെങ്കിൽ നേരെ തിരുത്താവുന്നതാണ്. ഇവിടെ ചിലര് യൂദാസിനേക്കാൾ മോശമാണ്. എന്തൊക്കെയോ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി കൺമുന്നിൽ കാണുന്ന ഈ കൊടും ക്രൂരതകളെ അവർ മറച്ചു വെക്കാനും അതിനൊക്കെ ന്യായീകരിക്കാനും, കാണുമ്പോൾ അങ്ങേയറ്റം അറപ്പ് തോന്നുന്ന രൂപത്തിൽ അതിനെയൊക്കെ പരിഹസിക്കാനും ശ്രമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. അഭിലാഷ, ഇതൊരു അടിസ്ഥാനപരമായ രോഗമാണ്.
ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് വിചാരധാരയെ അവരുടെ തത്വശാസ്ത്രമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടമാണ്. അവരിൽ നിന്ന് നമുക്ക് ഇതേ പ്രതീക്ഷിക്കാൻ കഴിയൂ. അവർ കേക്കുമായി വരുന്നു, അവർ പിന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, അതൊക്കെ നാടകമാണ്. അടിസ്ഥാനപരമായ അവരുടെ സ്വഭാവം എന്താണ്? ഇപ്പോൾ ഒറീസയിൽ അവിടുത്തെ ഒരു ദൃശ്യം പിന്നെ അഭിലാഷം കാണിച്ചല്ലോ, ഈ സാന്താക്ലോസിന്റെ തൊപ്പിയും മറ്റും വെക്കുന്ന ആളുകൾ ആട്ടിപ്പായിക്കുന്നു. ആരാണ് ഒറീസയുടെ മുഖ്യമന്ത്രി? മോഹൻ രാജ്പാൽ മാജി എന്താണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് മുഖ്യമന്ത്രി ആകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രം 2022 ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളി എന്ന് കണ്ടെത്തിയിട്ടാണല്ലോ ഒരാൾ ജയിലിൽ കിടക്കുക. ആ ജയിലിൽ കിടക്കുന്ന ധാരാ സിംഗിനെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ ഒരാളാണ് ഈ പറയുന്ന ഒറീസയുടെ മുഖ്യമന്ത്രി. ഒരു സംഘപരിവാറുകാരനാണ് അദ്ദേഹം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ സാന്താക്ലോസിനെ വിൽക്കാൻ വേണ്ടി പറ്റുമോ? ഒറീസയിലെ റൈപൂരിൽ ഒരു മാൾ ഇപ്പോൾ ആക്രമിക്കുന്നുണ്ടല്ലോ അഭിലാഷ് ഛത്തീസ്ഗഡിലെ റൈപൂരിൽ. ഛത്തീസ്ഗഡിൽ ഇന്നലെ ഛത്തീസ്ഗഡ് ബന്ദായിരുന്നു. എന്താ കാരണം? അവിടെ ഒരു ആദിവാസി, ഒരു ട്രൈബൽ മേഖലയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രൈവറ്റ് ലാൻഡിൽ, ഒരു പൊതുവിടത്തല്ല, പ്രൈവറ്റ് ലാൻഡിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഭൗതിക ശരീരം പിന്നെന്ത് ചെയ്യുന്നു? അത് ഖബറടക്കുന്നു, ആ ശവസംസ്കാരം നടത്തുന്നു. ഒരാൾക്കൂട്ടം വരുന്നു, ആ ഖബർ മാന്തി ആ ശരീരം പുറത്തെടുക്കുന്നു. ഇനി ഈ വർഷം ജനുവരിയിൽ ഇതേ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പേര് രമേശ് ബാഗേൽ എന്നാണ്. അദ്ദേഹം എന്തിനാണ് കോടതിയിൽ പോയത്? തന്റെ പിതാവിന്റെ ഭൗതിക ശരീരം ഏതാണ്ട് 1.5 മാസത്തോളം സൂക്ഷിച്ചു വെച്ചിട്ട് അത് അനുവദിക്കാൻ അവകാശം ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇത് ഛത്തീസ്ഗഡിൽ നടന്ന 2 സംഭവങ്ങളാണ്. അവിടെ ആ ആക്രമണം ഉണ്ടാകുന്നു. ഡൽഹിയിലെ കാഴ്ച നമ്മൾ കാണാണ്. ഈ രോഗത്തെ കൃത്യമായി നിർണ്ണയിക്കാനും ഇതിനെ ചികിത്സിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായി ഇതൊക്കെ ഇപ്പോൾ പ്രാർത്ഥനാ ഹാളിലേക്കാണ്. ഇപ്പം കർണാടകയിൽ നിന്ന് നമ്മളൊരു വീഡിയോ ഉണ്ട്. ഒരാൾ വന്ന് പിന്നെ പ്രീസ്റ്റിനെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങേറ്റം വെറുപ്പോടെ സംസാരിക്കുന്നു. ഒരു സ്ത്രീയോട് ചോദിക്കുന്നു എങ്ങനെയാണ് യേശു ഉണ്ടായതെന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ അവിടെ എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം മറുപടി പറയുന്നു. എന്താണ്? ജീസസ് പരിശുദ്ധാത്മാ സെ പേദാ ഹുയി ഹെ, പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച ആളാണ് ക്രീസസ് എന്ന് അദ്ദേഹം ആ സ്ത്രീ മറുപടി കൊടുക്കുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനോട് പറയാൻ പറ്റുമോ? ഒരു കുട്ടി ഉണ്ടാവുന്ന ബയോളജിക്കൽ പ്രോസസ് നിങ്ങളൊന്ന് വിശദീകരിക്കാമോ? എന്നാ മനുഷ്യൻ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അപ്പൊ ഈ വെറുപ്പ് ഇത് അടിസ്ഥാനപരമായ പ്രശ്നം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പാണ്. ഈ വെറുപ്പ് എവിടെ വരുന്നു ചോദിച്ചാൽ ഇത് സംഘപരിവാറിന്റെ RSSന്റെ ഐഡിയോളജിയിൽ നിന്നാണ്. 4 വോട്ടിന് വേണ്ടി എത്ര ചിരിച്ചു കാണിച്ചാലും അവർക്ക് അതിന്റെ അടിസ്ഥാന സ്വഭാവം മാറ്റിവെക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സൂചന ഈ സംഭവങ്ങൾക്ക് പിറകിലുണ്ട്. ഇപ്പൊ ഇത് മുഴുവൻ ദുരുപയോഗം. കാര്യം കൂടി ഞാൻ പറയാം. എന്റെ കെന്നഡി ചേട്ടാ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നല്ലോ. ഞാൻ പറയുമ്പോൾ എനിക്കാണ് ചേട്ടാ, എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ പെട്ടെന്ന് തീർക്കാം. കെന്നഡി ചേട്ടാ ഒറ്റ മിനിറ്റ് പെട്ടെന്ന് തീർക്കാം. കേൾക്ക്, ഇവിടെ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമം അതുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അഭിലാഷേ, ഈ പ്രാർത്ഥനാ ഹാളിൽ ഇതിനിവർ പറയുന്നത് മതപരിവർത്തനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള ഒരു രാജ്യമല്ലേ ഇതെങ്ങനെ ബൈപ്പാസ് ചെയ്യുന്നത്? ഈ ആൾക്കൂട്ടങ്ങൾക്ക് എങ്ങനെ പിന്തുണ ലഭിക്കുന്നത്? ഇവർ കൊണ്ടുവന്ന നിയമ ഭേദഗതികളുണ്ട്. അതനുസരിച്ച് ആദ്യമായി കൺവിക്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള 2 ദമ്പതികളാണ്. ജോബി പാപ്പച്ചനും അദ്ദേഹത്തിന്റെ ഭാര്യ ഷീജയും. UP യിൽ വെച്ചാണ് അവർ കൺവിക്ട് ചെയ്യപ്പെടുന്നത്. അവരിപ്പോ ജാമ്യം കൊടുത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ്. ആദ്യത്തെ അറസ്റ്റ് ഒരു മുസ്ലിം പണ്ഡിതൻ, ആദ്യം പിന്നെന്ത് ചെയ്യപ്പെടും? കൺവിക്ട് ചെയ്യപ്പെടുന്നത് ക്രൈസ്തവ പാസ്റ്റർമാർ. ജ്യോതി ശർമ്മ വെറുതെ ഒരാളല്ല. അഞ്ജു ഭാർഗവ വെറുതെ ഒരാളല്ല. ജാർഖണ്ഡിൽ അക്രമം നടത്തിയ ഗുഞ്ചൻ യാദവ് വെറുതെ ഒരാളല്ല. ഇവരൊക്കെ സംഘപരിവാർ നേതാക്കന്മാരാണ്, BJP നേതാക്കന്മാരാണ്. ഈ കേക്കിന്റെ മധുരമുള്ളത് കേരളത്തിൽ മാത്രമാണ് അഭിലാഷ്. ബാക്കി എല്ലായിടത്തും സംഘപരിവാർ അതിന്റെ അജണ്ട ഒളിച്ചു വെച്ചിട്ടില്ല. എനിക്കിപ്പോ ഇന്ന് ക്രിസ്തു ജനിച്ച രാവാണല്ലോ, ആ പുലരിയാണല്ലോ. ക്രിസ്തുദേവൻ എങ്ങാനും ആ മിഷണറി ആ പ്രബോധന ദൗത്യം കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇവിടത്തിൽ വന്നാൽ ഈ സംഘപരിവാറിന്റെ ആൾക്കൂട്ട വിചാരണയ്ക്ക് മുൻപിൽ നിസ്സഹായനായി നിൽക്കുന്ന ക്രിസ്തുവിനെ കൂടി നമുക്ക് കാണേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് പൂർത്തിയാവുക. മതന്യൂനപക്ഷങ്ങളുടെ, മതേതരവാദികളുടെ ഭരണഘടന മുന്നോട്ട് നൽകുന്ന അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ വലിയ പോരാട്ടമാണ് ഇവിടെ ഉയർന്നു വരേണ്ടത് എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ ഈ വെറുപ്പിനും ഈ പരിഹാസത്തിനും ഒരു മറുമറുതി ഈ രാജ്യത്തില്ല അഭിലാഷ്. ശരി, ഓക്കെ. ശ്രീ ശ്രീ പത്മനാഭൻ, സാധാരണ നിലയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അതിലൊരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഊഴത്തിൽ താങ്കൾ അറ്റംപ്റ്റ് ചെയ്ത് പോലുമില്ല എന്ന പരാതി എനിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ സംഭവങ്ങളുടെയൊക്കെ വീഡിയോ ഉണ്ട്. ഇതിൽ ഉള്ള ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ രാഷ്ട്രീയ മുഖങ്ങളാണ്. ഒന്നിൽ BJPയുടെ സിറ്റി വൈസ് പ്രസിഡന്റാണ്, ഒന്നിൽ ബജ്രംഗ് ദളിന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. ജില്ലാ പ്രസിഡന്റ് തന്നെ, ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇങ്ങനെ പല ആളുകളുണ്ട്. ഇതിപ്പോൾ ഒളിച്ചു വെക്കാൻ കഴിയുന്നതോ മായ്ച്ചു കളയാൻ കഴിയുന്നതോ ഒന്നുമല്ല. ഇത് വസ്തുതയായിട്ടുള്ള കാര്യമാണ്, എല്ലാ മീഡിയയിലും ഉള്ള കാര്യവുമാണ്.
അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊരു വസ്തുതാപരമായ പരിശോധന പ്രധാനമന്ത്രി എന്തായാലും പള്ളിയിലൊക്കെ പോകല്ലേ, ഇവിടെ ഇപ്പോൾ മാരാർജി ഭവനിൽ കരോളുകാർ വരുമ്പോൾ ശ്രീലേഖയൊക്കെ ഡാൻസ് കളിച്ചതല്ലേ, അപ്പോൾ ഇതേക്കുറിച്ചൊരു പരിശോധനയെങ്കിലും നടത്തിക്കൂടെ? ഞാൻ പറയട്ടെ, വല്ലാണ്ട് ഇടക്കേരി ഇടപെടല്ലേ. ഞാൻ ആദ്യം അഭിലാഷിനെ അഭിനന്ദിക്കുക. കാരണം നമ്മളെ മതേതരത്തെ പഠിപ്പിക്കാൻ ലീഗാരനെ കൊണ്ടോന്നല്ലോ. എന്താ ലീഗാരാ കാഞ്ഞങ്ങാട്ട് വിളിച്ച മുദ്രാവാക്യം എന്താ ലീഗാർ? അമ്പലത്തിൽ പച്ചയ്ക്ക് കത്തിച്ച് കെട്ടിത്തൂക്കി കത്തിക്കുന്നു അല്ലേ? എന്താ കെ എം ഷാജി പറഞ്ഞത്? ഞങ്ങൾ സമുദായ പാർട്ടിയാ, സമുദായത്തിന് താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ ആ ചാനലിൽ വന്ന് മതേതരത്വം പറയുന്നത്. പിന്നെ ഹാഗിയ സോഫിയയിൽ തുർക്കിൻ്റെ കൂടെ നിന്ന കമ്പനിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ഹാഗിയ സോഫിയയിൽ തുർക്കിൻ്റെ കൂടെയല്ലേ നിങ്ങൾ പ്രസ്താവന ഇറക്കി? തുർക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യമല്ലേ? ആ രാജ്യത്തെ പിന്തുണച്ചവരാ നിങ്ങൾ വലിയ വർത്താനം പറയല്ലേ. നിങ്ങളെ പഴയ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കൂട്ടി വന്നിട്ട് ആയിക്കോട്ടെ, അത് ഞാൻ തീരുമാനിക്കും. ഓ ഇനി മറുപടി പറഞ്ഞോ, പഴയ ചരിത്രം ഞാനും എണ്ണും കേട്ടോ. ഇന്ത്യ മുതൽ ഞാൻ തുടങ്ങും. ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. നിൽക്കട്ടെ, ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് ഇങ്ങനെ തുമ്പും വാലില്ലാണ്ടാവാൻ കാരണം എന്താ? ഈ ഗതികേടിലെത്താൻ കാരണം എന്താ അറിയോ? നിങ്ങളെ കൂട്ടുപിടിച്ചിട്ടാ കാലാകാലം നിങ്ങളെ കൂട്ടുപിടിച്ചതിനെ കൊണ്ടാ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് തുമ്പും വാലും ഇല്ലാണ്ടായത്. നിങ്ങളെ കൊടി വെക്കണ്ടെന്ന് പറഞ്ഞ ഗതികേട് കോൺഗ്രസിന് ഉണ്ടായില്ലേ? ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടിയായിട്ട് വരണ്ടെന്ന് പറയേണ്ട ഗതികേട് കോൺഗ്രസിന് ഉണ്ടായില്ലേ? നിങ്ങളെ കൂട്ടുപിടിച്ചില്ല. ഞാൻ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങ് അതിനെ ഒന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്യൂ. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്യൂ. കൊണ്ടുവന്ന അതെന്നെയാ പറഞ്ഞ്. ഇതിനും വലിയ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മഹാത്മാഗാന്ധി മരിച്ചപ്പോ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേരെന്താ? ആ ചോദ്യത്തിന് ഉത്തരം പറ. മഹാത്മാഗാന്ധി മരിച്ചപ്പോ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേരെന്താ? RSS ആണ് മഹാത്മാഗാന്ധിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്തൊക്കെ നിങ്ങൾ ഇവിടെ പടച്ചു വിട്ടു? ജനങ്ങൾ ചുരുട്ടിക്കൂട്ടി ഒരു അവസരം തരുമോ? മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയനായതിനു ശേഷം പുറത്തിറങ്ങിയ ഗോപാൽ ഗോഡ്സെ, ഞങ്ങള് എല്ലാ കാലത്തും RSSകാരായിരുന്നു, ഞങ്ങൾ RSSലാണ് ജീവിച്ചത്, അന്ന് ഗോൾവാൾക്കർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി കോടതിയിൽ ഞങ്ങളത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റെക്കോർഡാണ്. പണിയൊക്കെ ഫുള്ളായി. ഗോപാൽ ഗോഡ്സെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എന്തിനാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന്. ആ പുസ്തകം പ്രിന്റഡായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് എവിടെ എന്തായിരുന്നു രാഷ്ട്രീയ അഫിലിയേഷൻ ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് അറിയാം. നിങ്ങൾ എടുത്ത കൊട്ടേഷന്റെ ആത്മാർത്ഥയൊക്കെ ആയി. മതി. നിങ്ങൾ ഓരോറ്റ വസ്തുതയ്ക്ക് മറുപടി ഇല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒന്നുകിൽ ഗാന്ധിയുടെ വധം, നമുക്ക് ഏത് വിഷയവും ചർച്ച, ഒന്നുകിൽ ഗാന്ധിയുടെ വധം, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത്. അങ്ങ് ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയൂ സാർ. ഒരു ചോദ്യത്തിന്. രാത്രി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഒരു ചാരിതാർത്ഥത്തോടെ ഉറങ്ങാലോ. പറയട്ടെ, അത് പറയൂ. എന്റെ സൗകര്യത്തിന് ഞാൻ ഉത്തരം പറയും. സൗകര്യമുള്ളതേ പറയുന്നു, ചോദ്യത്തിന് ഉത്തരവില്ല. സംസാരിക്കാൻ സമ്മതിക്ക്. നാവിനെല്ലില്ലാത്ത, നിങ്ങളെപ്പോലെ നാവിനെല്ലില്ലാത്ത പത്രക്കാർ പറഞ്ഞതല്ലേ RSS നല്ലപോലെ പത്രക്കാര് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നതുകൊണ്ടാണ്. മാനവും ഉളുപ്പുമില്ലാതെ ഈ പടവലങ്ങിക്ക് കല്ലുകെട്ടിയതുപോലെ നിങ്ങൾ താഴോട്ട് വാങ്ങുകൊണ്ടിരിക്കുന്നത് ഈ നാക്കിനെ എല്ലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 20% വോട്ടുണ്ടായിരുന്നത്, ഇപ്പൊ 14.2% വോട്ടായത്. ഗാന്ധിനെ കൊന്നത് RSS, നിങ്ങളെ പോലുള്ള ഉളുപ്പില്ലാത്ത ഒരു കൊല്ലം മുമ്പ് 18% വോട്ടുണ്ടായിരുന്നു, ഇപ്പൊ 14% ആയല്ലോ. ഇതിങ്ങനെ ആളുകളെ, ഇതുപോലെയുള്ള ആളുകളെ ടിവിയിൽ വരുന്നതിന്റെ ഗുണമാണ് കേട്ടോ. ഈ പടവലങ്ങിക്ക് കല്ല് കെട്ടിയതുപോലെ താഴേക്ക് വളരുന്നുണ്ടല്ലോ വോട്ട് ശതമാനത്തിന്റെ കണക്കൊക്കെ വരുമ്പോ. ഇതുപോലെയുള്ള ആളുകൾ TV പോണോണ്ടാ. രാജീവ് ചന്ദ്രശേഖരൻ അത് മനസ്സിലാവുമായിരിക്കും. കോൺഗ്രസ് ഗുജറാത്തിൽ കുപ്പത്തൊട്ടിയിലായി, കോൺഗ്രസ് അരവിന്ദ് കേജ്രിവാൾ കുപ്പത്തൊട്ടിയിലായി. പള്ളി ആക്രമിച്ചത് അരവിന്ദ് കേജ്രിവാളിന്റെ പാർട്ടിക്കാരനാണ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന ആക്രമണത്തെ ചോദിച്ചാൽ തലേ ദിവസം അരവിന്ദ് കേജ്രിവാൾ, ഗുജറാത്ത്, ഗാന്ധിയുടെ വധം, മനസ്സിലായില്ലേ? എന്താണ് സാർ
ഇതൊന്നും അരവിന്ദ് കെജ്രിവാളും ഇതും തമ്മിൽ എന്താ ബന്ധം? അരവിന്ദ് കെജ്രിവാളിന്റെ പേര് കേട്ടിട്ട് തന്നെ നാളുകളായി. എന്തിനാണ് VHP-ക്കാർ കരോൾ ആക്രമിക്കുന്നത്? എന്തിനാണ് പള്ളി ആക്രമിക്കുന്നത്? എന്തിനാണ് കുർബാന തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ് സാന്താക്ലോസിന്റെ മുഖംമൂടി വിൽക്കാൻ സമ്മതിക്കാത്തത്? ഇത് ചോദിക്കുമ്പോ കെജ്രിവാൾ ഗുജറാത്ത് എന്നൊക്കെ പറയാണ്. ചെലവാവാത്ത സാധന ഏത് എന്തെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്പർ ഇറക്ക് കേട്ടോ. എനിക്കും അതേ പറയാനുള്ളൂ. ഇറക്കിയ നമ്പറൊക്കെ വളരെ നിലവാരമുള്ള നമ്പറായിരുന്നു ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ് 0. ഇറക്കിയ നമ്പറൊക്കെ വളരെ മികച്ച നമ്പറുകളായിരുന്നു ജനം വിലയിരുത്തുന്നതിന്റെ പ്രതിഫലനം എന്തായാലും കാണാനുണ്ട് നമ്മുടെ നാട്ടിൽ. അതെന്തായാലും നല്ല കാര്യം തന്നെ. പൊട്ടി പാളീസായി ചവറ്റ് കൊട്ടയിലായി മഹാരാഷ്ട്ര ഗാന്ധിന്റെ പ്രവർത്തന മണ്ഡലം ബോംബെ സാന്താക്ലോസിന്റെ മുഖംമൂടി വെക്കുന്നത് തടയുന്നത് എന്തിനാണ്? കരോള് തടയുന്നത് എന്തിനാണ്? കുർബാന തടയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിൽ പൊട്ടി, ഗുജറാത്തിൽ പൊട്ടി എന്നൊക്കെയാണ് ഉത്തരം. എന്തൊരു കഷ്ടമാണ് സാർ. നിങ്ങൾ പറയുന്നതല്ല വിശ്വസിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. കെന്നഡി ഇതിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ പറയുന്നതാണ് ഈ സ്ഥിതിവിശേഷത്തെ കുറച്ചുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ കെന്നഡി ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തായാലും ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെ ഉദ്ദണ്ഡപൂരിന്റെ ഒന്നും കാര്യം പറയുന്നില്ല. നുണകളല്ല ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പറയുന്നതാ വിശ്വസിക്കുന്നത്. ജനതയുടെ മുമ്പിൽ ഒരു വിലയില്ല. നുണ പറയുന്നവന് ചവറ്റുകൊട്ടയാണ് സ്ഥാനം. അതെ മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ അവസ്ഥ പറഞ്ഞല്ലോ. 20% വോട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ. ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. ശരി ആവട്ടെ. ഇനി കഴിഞ്ഞു അവസരം കഴിഞ്ഞു. ജയിച്ചത് അവസരം കഴിഞ്ഞു. ശരി ഫാദർ, കോൺഗ്രസ് ഗുജറാത്തിൽ എപ്പോഴെങ്കിലും ജയിക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഫാദർ ജോൺസൺ തേക്കടയിൽ ഇത് തുടർന്ന് ഈ ക്രിസ്മസ് സീസൺ കഴിഞ്ഞാലും തുടരുമോ എന്നറിയില്ല. പക്ഷെ ക്രിസ്മസിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ വളരെ കാലമായി നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ കെന്നഡിയോട് സൂചിപ്പിച്ചതുപോലെ ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പ് RSSന്റെ അനൗദ്യോഗിക മുഖവാരികയായ ഓർഗനൈസർ ഒരു ലേഖനം എടുത്തിട്ടുണ്ട്. ഞാനത് പലവട്ടം ഈ പരിപാടികൾക്കകത്ത് വായിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ. എല്ലാ കൊല്ലവും ഇത് പതിവാണല്ലോ. നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി എന്ന പേരിലാണ് സാന്താക്ലോസിന്റെ വലിയ പടമൊക്കെ വെച്ചിട്ടുള്ള ലേഖനം. എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനെതിരെയുള്ള ഒരു ആശയപ്രചരണം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിൽ പറയുന്നത് more than 33 million trees are cut down for Christmas cards. Over 120 million trees are cut down each Christmas, which results in carbon footprint between 2-3 billion kilograms. During Christmas every year, 22,000 miles of wrapping vapors are thrown away. എന്ന് പറഞ്ഞ് ലോകത്ത് പരിസ്ഥിതി ദുരന്തം ഉണ്ടാക്കുന്നതും വായു മലിനീകരണം ഉണ്ടാക്കുന്നതും തുടങ്ങി സകല കുഴപ്പം ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ആണെന്നാണ് ഔദ്യോഗിക ജിഹകളും അനൗദ്യോഗിക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഒരു ആശയപ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹം, അതിൻ്റെ സമുദായ സംഘടനകൾ, CBCI അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇഫക്റ്റീവായി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടോ? അതോ നേരത്തെ കെന്നഡി പറഞ്ഞ മാതൃകയിൽ തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന നിലപാടിലാണോ? ഇതിനകത്തൊരു പ്രതിരോധം എന്നുള്ളതിനേക്കാളും നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ ജനങ്ങൾ എല്ലാവരും കൂടെ സജ്ജരാകുക എന്നുള്ള, ഇതിപ്പോൾ ക്രൈസ്തവരുടെ മാത്രം ഒരു പ്രശ്നമല്ലെന്നേ. ഇതിപ്പോൾ ഒരു ക്രൈസ്തവര്, മുസ്ലിംസ്, ഹിന്ദുക്കള് ഇങ്ങനെ നമ്മൾ വേർതിരിക്കാതെ ഇത് നമ്മുടെ ഭരണഘടനയോട് ഇവർ കാണിക്കുന്ന അതിക്രമമാണ്. അപ്പോൾ ആ അതിക്രമത്തിനോട് ഒരുമിച്ച് നിൽക്കാൻ തൊക്കെ ഇടയായിത്തീരണം. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ കരിമ്പടക്കെട്ട് പിടിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പിടിവിട്ടിട്ട് അവർക്ക് തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവരതും ഇതുമൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും. അപ്പം അത് കണ്ടിട്ടോ കേട്ടിട്ടോ നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ സുഡാനിലും നൈജീരിയയിലൊക്കെ ക്രൈസ്തവരെ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ബൊക്കോറാത്ത് ഭീകരവാദികളെല്ലാം പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇവർ പീഡിപ്പിക്കുന്നത് കുഴപ്പമില്ല, അത് നമുക്ക് സാന്ത്വനപ്പെടുക എന്നാണോ പറയേണ്ടത്? ഇതൊരു മതേതരത്വ രാജ്യമല്ലേ? ഇത് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ സ്വന്തം രാജ്യമല്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒരുപോലത്തെ രാജ്യമല്ലേ? ഇവിടെ ആരെ വേർതിരിക്കാൻ കഴിയും? ആരും വെട്ടിമുറിക്കാൻ കഴിയും? ഇവിടെ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ടല്ലേ വളർന്നിട്ടുള്ളത്? ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടല്ലേ അഭിലാഷം നമ്മൾ വളർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ ഇടയിലേക്ക് ഈ ഭീകര പ്രവർത്തനം കൊണ്ടുവരുന്ന, ഈ വിദ്വേഷ പ്രവർത്തനം കൊണ്ടുവരുന്നതായിട്ടുള്ള
വ്യാജ മതപരിവർത്തന ആരോപണങ്ങൾ കൊണ്ടുവരുന്ന, പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന, ദരിദ്രർക്കും മറ്റുള്ള ആളുകൾക്കും സഹായം നൽകുന്നത് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് ആരോപിക്കുന്ന ബജരംഗദളിനെ പോലെയുള്ള ഈ ഭീകര സംഘടനയെ നിരോധിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം മാത്രം നിൽക്കുക എന്നുള്ളതല്ല. ബജ്റംഗ് ദൾ എന്ന് പറയുന്നത് അതിന് അവാന്തര സംഘടനയൊന്നുമല്ല. VHPയുടെ യുവജന സംഘടനയാണ്. VHP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. VHPക്ക് രൂപം കൊടുത്തത് തന്നെ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ആണ്. അത് സർക്കാർ വിലാസ സംഘടന പോലത്തെ ഒരു സംഘടനയാണ്. അതിനെ നിരോധിക്കൊന്നുമില്ല. പേട്രണേജ് ഉണ്ട്. പേട്രണേജ് നിരോധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട വക്കീലും അതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കരിമ്പങ്കാലയൊക്കെ പറഞ്ഞല്ലോ, അവര് വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരിനെ പിരിച്ചുവിടുവാൻ ഇവിടുത്തെ യൂണിയൻ സർക്കാരിന് അധികാരമില്ലേ? അവരത് ചെയ്യണ്ടേ? കഴിവുകെട്ട ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജനങ്ങളെ, സാമാന്യ ജനങ്ങളെ ഉപദ്രവിക്കാൻ തക്കവണ്ണം അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണോ വേണ്ടത്? അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഥവാ അത് കയറൂരി വിടുകയാണെങ്കിൽ അത് ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോബ്ലംസ് അല്ലേ അഭിലാഷേ? അപ്പൊ അതിനെതിരെ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസം, ക്രിസ്മസ് ദിവസം, സ്കൂൾ അവധിയല്ല. ഓക്കെ, അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. ഇന്നലെ അല്ലല്ലോ നമ്മളിത് പറയുന്നത്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ്. 3 പേരെ അവർ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരെ ശത്രുപക്ഷത്ത് നിർത്തും. ഇവിടെ ക്രൈസ്തവനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ക്രൈസ്തവന്റെ നെഞ്ചത്ത് കയറുന്ന ഒരു സ്വഭാവം അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അത് കാണാനും കേൾക്കാനും കഴിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവർക്ക് ഒന്നടങ്കം അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ബാലറ്റിൽ കൂടെ ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നാലും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നാലും മുസ്ലിം സമൂഹമായിരുന്നാലും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുക, ഹിന്ദുത്വ ശക്തികളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുക. അപ്പൊ അതിന് ഓശാന പാടുന്നവർ പാടിക്കോട്ടെ. അവരെ അറസ്റ്റ് ചെയ്യാനായിട്ടും അവരെ താക്കീത് കൊടുക്കുവാനായിട്ടും കഴിയാത്ത ഒരു ഭരണകൂടമാണ്, ഭരണ നേതൃത്വമാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എത്ര ലജ്ജിക്കേണ്ടി വരും. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയട്ടെ, തടസ്സപ്പെടുത്തരുത്. 2026-2028 കാലയളവിലായിട്ട് ഇന്ത്യ 7ാം തവണ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലേക്ക് അല്ലെങ്കിൽ UNHRCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അറിയാലോ അല്ലേ? അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിരീക്ഷണങ്ങളിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏറ്റവും മോശം രാജ്യങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു എന്നതാണ് കടുത്ത വിരോധാഭാസം. നമ്മളാണ് ഈ രാജ്യങ്ങളെല്ലാം, ഈ മതവിരുദ്ധമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള രാജ്യത്താണ് ഈ വിരോധാഭാസമുള്ള കാര്യങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നു, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ബൈബിൾ കൈവശം വെച്ചതിന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ പല ഉദാഹരണങ്ങൾ പറയാൻ എനിക്കുണ്ട്, കാരണം ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെയുള്ള പ്രശ്നങ്ങൾ നേരിടിയെ കണ്ട ഒരു വ്യക്തിയാണ്. ഛത്തീസ്ഗഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 300 വില്ലേജുകൾ, ആ 300 വില്ലേജുകൾ അവിടെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തോട് ആദ്യമായിട്ട് പറഞ്ഞത് പത്തനംതിട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ നാട്ടിൽ ചെന്ന് ബസ്തേർ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു പറ്റം ആളുകൾ ഛത്തീസ്ഗഡ് ഭാഷയും അതുപോലെ ഹിന്ദിയും സംസാരിക്കാത്ത ആളുകൾ അവരെ കണ്ടെത്തി അവരെവിടെയാണ് താമസിക്കുന്നത് അറിയാൻ വേണ്ടി കാൽനടയായി ചെന്ന് 60-65 കിലോമീറ്റർ നടന്നു ചെന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിന്റെ രേഖയിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കാൻ തക്കവണ്ണം വിദ്യാഭ്യാസവും അവർക്ക് വേണ്ടുന്ന ആതുര സേവനവും കൊടുത്ത് അവരെ ഉന്നതിയിലേക്ക് നയിച്ചു. ഇപ്പൊ നേരത്തെ ഇവിടെ വളരെ വാചാലമായിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് അഭിലാഷം നിർത്താം. നമ്മളിപ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഹിന്ദി ഭാഷയുണ്ടല്ലോ, നമ്മുടെ ദേശീയ ഭാഷയായിരിക്കണം എന്ന് പറഞ്ഞത്. ആ ദേശീയ ഭാഷ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് സാമുവൽ ഹെൻറി കെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ബിറ്റേറിയൻ മിഷണറി 1875 ഇവിടെ വന്നിട്ട് ആ ഭാഷയ്ക്ക് രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാകത്തില്ല, നമുക്കൊരു ദേശീയത ഉണ്ടാകത്തില്ലായിരുന്നു, ഇവിടെ നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാകത്തില്ലായിരുന്നു. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന നൽകി തന്ന, ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്ത, ഇത് ആര്യവൃത്തം എന്ന് പറഞ്ഞ ഒരു നാടും മ്ലേച്ഛ രാജ്യം എന്ന് അറിയപ്പെടുന്ന മറ്റൊരു
കാര്യങ്ങളും സ്പർശിച്ചു പോകാനുള്ള സമയം നമുക്ക് ഈ കോൺടാക്സിൽ ഇല്ല. ശരി, അല്ല നമുക്കിതെല്ലാം ഒന്നും പറഞ്ഞ് ഇപ്പൊ കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെക്കാട്ടും വലിയ ആളാ അയാള്. ശരി 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 സമയം ഓക്കെ. അച്ഛനിലേക്ക് ഞാൻ വരാം. ശ്രീ പത്മനാഭനിലേക്ക് അടുത്ത റൗണ്ടിൽ സമയം ഉണ്ടെങ്കിൽ വരാം. ശ്രീ കെന്നഡി, ഇത് ഈ പുരോഹിതൻ, അദ്ദേഹം ഛത്തീസ്ഗഡിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള പുരോഹിതൻ, അദ്ദേഹം പറയുന്നു ഉത്തരേന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തുന്നു, ക്രിസ്ത്യൻ പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്നു, ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2025 നവംബർ വരെ 700 ആക്രമണങ്ങൾ ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുണ്ട്. വ്യാജമായിരിക്കുമല്ലേ, ചുമ്മാ പറയുന്നതായിരിക്കുമല്ലേ? ഈ അച്ഛനൊക്കെ എന്തെങ്കിലും കൊട്ടേഷൻ എടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാണോ ടി വിയിൽ? എന്ത് തോന്നുന്നു? അഭിലാഷേ, ഞാൻ അച്ഛൻ പറഞ്ഞതിനെല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ എൻഡോസ് ചെയ്യുന്നു. ഞാൻ അച്ഛൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അച്ഛൻ കൈ ഉയർത്തി ഇതുകൂടെ പറയണമായിരുന്നു. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. അഭിലാഷേ, നമ്മൾ ഈ കാര്യത്തെ വളരെ ഗൗരവമായി കാണണം. നോക്കൂ, ഈ ബജ്രംഗ് ദളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മതമേ അല്ല. ഇത്രയും ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടിട്ട് വന്നിരുന്ന് ചിരിക്കാനായിട്ട് കന്നഡി നിങ്ങൾക്ക് എങ്ങനെ ഈ തൊലിക്കെട്ട് കിട്ടി? മോശമാ. നിങ്ങൾ പോയി ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ വാങ്ങി ഭക്ഷിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇത്രയും ക്രൂരമായ പീഡനമുണ്ടായിട്ട് നിങ്ങൾക്ക് നാണമില്ലാതെ കെന്നഡി, അങ്ങ് ബജ്രംഗ് ദളിന്റെ സംസ്ഥാന ഭാരവാഹികളോ ആണോ? ചരിത്രം കൂടെ ശരി ശരി ശരി, ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നവും. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വരാം. ചർച്ചയിലേക്ക് വന്നു. ഷിബു മീനാൻ, ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള അരക്ഷിതാവസ്ഥയുടെ അവസാനത്തെ നിദർശനമാണ് ഈ ക്രിസ്മസ് ഈവ്. ഇത് കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിയും, ന്യൂ ഇയർ വരും, അടുത്ത ആഘോഷങ്ങൾ വരും. ഈ കാര്യത്തിലൊക്കെ ഈ അക്രമികൾക്കെതിരെയൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായും ഞാൻ മറുപടി പറയാം. അതിന് മുമ്പ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ആവർത്തിച്ച് ഗോഡ്സെ RSS ആയിരുന്നില്ല എന്ന് പറയുന്നത്. ഗോഡ്സെ ആരായിരുന്നു ഇവർക്കാണോ അറിയാം? ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെയുടെ സഹോദരൻ, ഗാന്ധി വധ കേസിൽ കൺവിക്ട് ചെയ്യപ്പെട്ടയാൾ, 64 ജയിലിൽ നിന്ന് പുറത്തു വന്നു. 93 ഫ്രണ്ട് ലൈൻ മാസികക്ക് അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞു, ഞാനും നാഥുറാമും വീട്ടിൽ വളർന്നതിനേക്കാളേറെ RSSലാണ് പറഞ്ഞത്. തീർന്നില്ല. സർദാർ വല്ലഭായ് പട്ടേൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ റോൾ മോഡൽ, RSSനെ നിരോധിച്ചു ഗാന്ധി വധത്തിന് ശേഷം. തീർന്നില്ല. ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം, ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇവര് ഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അഭിലാഷ് വെടിവെച്ച് കളിച്ചു. ആ സ്ത്രീയുടെ പേര് പൂജ ശകുൻ പാണ്ഡെ. അവർ ഹിന്ദു മഹാസഭയുടെ നേതാവാണ്. ഡൽഹിക്കടുത്ത് ഗോഡ്സെയുടെ പേരിൽ ഒരു ക്ഷേത്രമുണ്ട്, അത് നടത്തുന്ന ആളിന്റെ പേര് ആകാശ് ശർമ്മ. ഇവരൊക്കെ ഹിന്ദു മഹാസഭക്കാരാണ്, ഇവരൊക്കെ VSPക്കാരാണ്. ഗാന്ധിയുടെ ചങ്കിലെ ചോര നിങ്ങളുടെ കൈകളിലുണ്ട്. പത്മനാഭ, വെറുതെ ഒച്ചണ്ടാക്കിയിട്ടല്ല, പറയുന്നങ്ങോട്ട് കേൾക്കാം. ലീഗിനെ മതേതരത്വം പഠിപ്പിക്കണോ? ലീഗിനെ മതേതരത്വം പഠിപ്പിക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേര് മിജി എന്നാണ്. അവർ ദളിതയാണ്, ജനറൽ സീറ്റിലാണ് ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ. ഇനി 1000 വട്ടം ജനിച്ചാൽ ശ്രീപത്മനാഭൻ വളരില്ല. മനസ്സിലാക്കിക്കോ കേട്ടോ. ഈ രാജ്യത്തെ വെട്ടിമുറിച്ച നിങ്ങളാണെന്നേ, നിങ്ങളാണെന്ന്. നിങ്ങളാണ്. മദൻ മോഹൻ മാളവ്യ ആരായിരുന്നു? സവർക്കർ ആരായിരുന്നു? പത്മനാഭൻ അറിയുന്നവർക്ക് ആരാണ്? നിങ്ങളുടെ കൊടുത്തപ്പെട്ട ഒന്നാം തരം സംഖ്യകളായിരുന്നു. രാജ്യം വെട്ടിമുറിച്ച് പങ്കുപറ്റിയ ഞങ്ങളല്ല കേട്ടോ. അത് ഞങ്ങളുടെ ശരി. ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് സാന്താക്ലോസിന്റെ താടിയെ പോലും പേടിക്കുന്നത്? എന്തിനാണ് കുർബാന തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ് കുർബാനയുടെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഇന്ത്യയിൽ ആത്മാഭിമാനത്തോടു കൂടി അവരുടെ ആഘോഷങ്ങൾ നടത്താൻ കഴിയാത്തത്? ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, മറ്റു പല കാര്യങ്ങളും ചർച്ചയിൽ വന്നു. പക്ഷേ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അതിന്റെ ഹൃദയത്തിലും ആത്മാവിലും ഓർപ്പിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാൻ നന്ദി. 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.